വെൽക്കം ബാക്ക് ടു ന്യൂസ് ബ്ലാസ്റ്റ്. കോഴിക്കോട് നിന്നുള്ള ഒരു വലിയ തട്ടിപ്പിന്റെ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട് കമ്മത്ത് ലൈനിൽ വൻ തട്ടിപ്പ്. 10ഓളം ജ്വല്ലറികളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളുമായി മറ്റൊരു ജ്വല്ലറി ജീവനക്കാരൻ മുങ്ങി. പറമ്പിൽ ബസാർ സ്വദേശി സഫർനാസ് ആണ് തട്ടിപ്പ് നടത്തിയത്. പ്രതി ജ്വല്ലറിയിലെത്തി സ്വർണവുമായി പോകുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ആ ദൃശ്യങ്ങൾ കണ്ടുവരാം ആദ്യം. ₹1,39,00,000 രൂപയുടെ സ്വർണമാണ് സ്വർണ്ണ വ്യാപാരികൾക്ക് നഷ്ടമായത്. 11ഓളം കടകളിൽ നിന്ന് കസ്റ്റമർക്ക് കാണിക്കാനാണെന്ന് പറഞ്ഞിട്ട് സ്വർണം വാങ്ങിക്കുകയാണ്, ആഭരണങ്ങൾ വാങ്ങിക്കുകയാണ്. അങ്ങനെ ഒരു കിലോയിലധികം ആഭരണങ്ങൾ ഇവൻ കൈമലാക്കിയതിന് ശേഷം ആ ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ ഊണ് കഴിക്കാൻ പോയ സമയത്താണ് ഇവൻ ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാൾ തിരിച്ചു വന്നപ്പോൾ ഈ ഷോപ്പിൻ്റെ ഗ്ലാസ് ഡോർ അടച്ചിട്ടിട്ട് ഇയാൾ തൊട്ടടുത്ത കടയിൽ ചാവി ഏൽപ്പിച്ചിട്ട് പോവുകയുണ്ടായി. അന്വേഷണം നടക്കുന്നുണ്ട്, പോലീസ് ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്, എല്ലാ രീതിയിലും അന്വേഷിക്കുന്നുണ്ട്. അത് കണ്ടെത്തുന്നുള്ള പ്രതീക്ഷയിലാണ്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിജിത്ത്, വലിയ തട്ടിപ്പാണല്ലോ ഇത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ സാധിച്ചത്? ഒരു ജ്വല്ലറിയോ രണ്ട് ജ്വല്ലറിയോ അല്ല, അതിൽ കൂടുതൽ ജ്വല്ലറികളെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള നീക്കമാണ് നടത്തിയത്. എന്താണ് സംഭവിച്ചത്? അതെ ശ്രുതി, വലിയ തട്ടിപ്പാണ്. അതിൽ ഇയാൾ സ്വർണം കൈക്കലാക്കിയ ജ്വല്ലറികളിൽ ഒന്നിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. എത്ര തന്ത്രപരമായാണ് ഇയാൾ അവിടെ എത്തുന്നതും സ്വർണവുമായി സ്ഥലം വിടുന്നത് എന്നും നോക്കുക. ഇങ്ങനെ ഏതാണ്ട് 10-11 ജ്വല്ലറികളിൽ നിന്ന് സഫർനാസ് എന്ന പ്രതി സ്വർണം കൈക്കലാക്കിയിട്ടുണ്ട്. ശേഷം അവയൊക്കെയുമായി മുങ്ങുകയും ചെയ്തിട്ടുണ്ട്. കമ്മത്ത് ലൈനിൽ തന്നെ മറ്റൊരു ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് സഫർനാസ്. ഏതാണ്ട് 10-12 വർഷമായി ഇയാൾ ഇവിടെയുണ്ട്. എല്ലാവർക്കും വലിയ പരിചയമുള്ള ആളാണ്. എല്ലാവർക്കും നല്ല വിശ്വാസവുമായിരുന്നു. ഈ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണ് ഇത്ര വലിയൊരു തട്ടിപ്പ് സഫർനാസ് നടത്തിയത്. തിങ്കളാഴ്ചയായിരുന്നു സംഭവം. ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ നടത്തിയ തട്ടിപ്പാണ്. 1,39,00,000 സ്വർണ്ണാഭരണങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 948 ഗ്രാം സ്വർണ്ണാഭരണങ്ങളുമായാണ് സഫർനാസ് മുങ്ങുന്നത്. അതായത് സാധാരണ നിലയിൽ ഈ കമ്മത്ത് ലൈനിലൊക്കെ ജ്വല്ലറികൾ തമ്മിൽ സ്വർണ്ണാഭരണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാറുണ്ട്. അത് മോഡൽ കാണിക്കാനും, വരുന്ന ആളുകൾക്ക് മോഡൽ കാണിക്കാനും പിന്നീട് വിൽപ്പന നടത്താനും ഒക്കെയാണ്. അങ്ങനെ ഒരു ആവശ്യത്തിന് എന്ന് പറഞ്ഞാണ് ഈ കടകളിലേക്കൊക്കെ സഫർനാസ് എത്തുന്നത്. ശേഷം ഓരോ ജ്വല്ലറികളിൽ നിന്ന് സ്വർണം സ്വീകരിച്ചു. തുടർന്ന് ഇവയൊക്കെയുമായി ഇയാൾ സ്ഥലം വിടുകയാണ്. ഈ സമയത്ത് സഫർനാസിന്റെ ജ്വല്ലറിയിൽ മറ്റൊരു ജീവനക്കാരൻ കൂടി ഉണ്ടായിരുന്നു. ഇയാൾ ഭക്ഷണം കഴിക്കാൻ പോയ സമയം നോക്കി ഈ സ്വർണ്ണാഭരണങ്ങൾ ഒക്കെയായി സഫർനാസ് മുങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പോലീസിൽ നൽകിയിട്ടുള്ള, മറ്റു ജ്വല്ലറി ഉടമകളൊക്കെ പോലീസിൽ നൽകിയിട്ടുള്ള പരാതി. ഇങ്ങനെ തങ്ങളുടെ സ്വർണം, എല്ലാവരുടെയും സ്വർണം സഫർനാസ് വാങ്ങി എന്ന വിവരം മറ്റു ജ്വല്ലറിക്കാർ അറിഞ്ഞിരുന്നില്ല. ഏറെ നേരമായിട്ടും തങ്ങളിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം തിരികെ എത്താത്തതിനെ തുടർന്നാണ് ജ്വല്ലറിക്കാർ അന്വേഷിച്ച് സഫർനാസിന്റെ ജ്വല്ലറി കടയിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് സഫർനാസ് അവിടെ നിന്ന് മുങ്ങിയ വിവരം മനസ്സിലാക്കുന്നത്. തുടർന്ന് അവർ ആദ്യം സഫർനാസിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെയാണ് ടൗൺ പോലീസിലെത്തി ഒരു പരാതി നൽകുന്നതും നിലവിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, വർഷങ്ങളായി ഈ കമ്മത്ത് ലൈനിൽ തന്നെ ജ്വല്ലറി വ്യാപാരം നടത്തുന്ന ഒരാളാണ് സഫർനാസ്. അങ്ങനെ എല്ലാവരുമായി പരിചയമുണ്ട്. ഈ പരിചയത്തെ മുതലെടുത്ത്, ഈ വിശ്വാസത്തെ മുതലെടുത്താണ് ഈ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഏതായാലും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം കൂടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾ കുറേ നാളുകളായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു തട്ടിപ്പ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കാരണം ഈ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയതിനു ശേഷം ഇവയൊക്കെയുമായി ഇയാൾ മുങ്ങുന്നു. തുടർന്ന് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കാനുള്ള, അല്ലെങ്കിൽ മറ്റൊരിടത്തിലേക്ക് ഒളിവിൽ പോകാനുള്ള എല്ലാ പദ്ധതികളും ഇയാൾ മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. നിലവിൽ ഏതായാലും ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പരിചയം മുതലെടുത്ത്, വിശ്വാസം മുതലെടുത്ത് നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. 10ഓളം ജ്വല്ലറികളിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങളുമായി മറ്റൊരു ജ്വല്ലറി ജീവനക്കാരനായിട്ടുള്ള ഇയാൾ മുങ്ങിയത്. വിശദാംശങ്ങളാണ് അഭിജിത്ത് മുഴക്കുന്ന നൽകിയത്.